ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 7ാമത്തെ പാഠഭാഗമാണ് പണക്കണക്കുകൾ. ഇതിൽ നമ്മൾ ഇനി അവസാനത്തെ പേജിലെ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. അതിനു മുമ്പുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ 2 വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പേജ് നമ്പർ 112 ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പേജ് നമ്പർ 100. ആദ്യത്തെ ചോദ്യം, 25,000 രൂപ 25,000 രൂപ നിക്ഷേപത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ കിട്ടി. എത്ര ശതമാനമാണ് പലിശ? നമ്മൾ നേരത്തെ 10%, 15% എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നിട്ട് അതിൻ്റെ തുക കണ്ടുപിടിച്ചതാണ്. ഇത് നേരെ തിരിച്ചാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. 2,500 രൂപ നിക്ഷേപിച്ചപ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് പലിശ ഉള്ളത്, പലിശ കിട്ടിയത്, അതിൻ്റെ ശതമാന കണക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിക്ഷേപിച്ച തുക എത്രയാണ്? 25,000 രൂപയാണ്. നിക്ഷേപിച്ച തുക എത്രയാണ്? 25,000 രൂപ. പലിശയായി ലഭിച്ചത് 2,000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നോക്കൂ, 25,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? 250 ഗുണിക്കണം 100. നമ്മൾ 100-ലാണല്ലോ എപ്പോഴും ശതമാന കണക്കും പലിശ നിരക്കൊക്കെ നമ്മൾ കണക്കാക്കുന്നത്. 100-ന് ഇത്ര രൂപ എന്ന്, അല്ലെങ്കിൽ 100-ന് 15% എന്ന് പറഞ്ഞാൽ 100-ന് 15 രൂപ. ആ രീതിയിലാണ് നമ്മൾ എല്ലാം കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കത് 100, 25,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 100കൾ ചേർന്നതാണ്. നമ്മൾ നേരത്തെ ഒരു എളുപ്പമായി പറഞ്ഞിരുന്നു. 25,000 എന്ന് പറഞ്ഞാൽ 100-ൽ 2 പൂജ്യമാണ്. അത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര 100 ഉണ്ടെന്ന് മനസ്സിലാക്കാം. 250 100 ഉണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 250 100കൾക്കാണ് എന്ത് കിട്ടിയത്? 2,000 രൂപ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓരോ 100 രൂപയ്ക്കുമുള്ള പലിശയാണ് നമ്മൾ കാണേണ്ടത്, അല്ലേ? 250 100-നാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2,000 രൂപ പലിശയായി നമുക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ 100 രൂപയ്ക്കുമുള്ള പലിശ കണക്കാക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2,000 ഹരിക്കണം 250. ഓക്കെ, അപ്പോൾ ഇവിടെ 0 0 ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 200 ഹരിക്കണം 25. 200-നെ 25 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും, അല്ലേ? 8 നമുക്ക് കിട്ടും. 200-നെ 25 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഓരോ 100 രൂപയ്ക്കും 8 രൂപയാണ് പലിശ, അല്ലെങ്കിൽ പലിശ ശതമാനം 8%. മനസ്സിലായല്ലോ? നമ്മൾ എന്താ ചെയ്തത്? 250 100ആണെന്ന് നമുക്കറിയാം. 250-നെ 2,000 രൂപയ്ക്കാണ് 250 വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 2,000-നെ 250 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 200 ഹരിക്കണം 25 എന്ന് നമുക്ക് ലളിതമായി കിട്ടി. ആ 200-നെ 25 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 രൂപ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കണക്കും ചെയ്യാം. 400 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ വില 72 രൂപ കുറച്ച് കിട്ടി. ആ കടയിൽ പുസ്തകങ്ങൾക്ക് എത്ര ശതമാനമാണ് വില കുറവ്? ഓക്കെ, കാണേണ്ടത് എന്താണ്? നമ്മുടെ ബുക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 480 രൂപയാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ വില എത്രയാണ്? 480 രൂപയാണ്. പുസ്തകത്തിൻ്റെ വില 480 രൂപയാണ്. നമുക്ക് കിട്ടിയത് എത്രയാണ്? 72 രൂപയാണ് കിഴിവായിട്ട് കിട്ടിയത്. അപ്പോൾ 72 എന്നുള്ളത് എന്താണ്? 100-ൽ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പൈസയിലേക്ക് മാറ്റണം, നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ. അപ്പോൾ 72-നെ നമ്മൾ പൈസയിലേക്ക് മാറ്റിയപ്പോൾ എത്ര കിട്ടി? 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 7,200 കിട്ടി. അതാണ് ഇത്, അല്ലേ? 7,200 പൈസയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 7,200 പൈസയെ നമുക്ക് 480 കൊണ്ട് നമ്മൾ ഹരിക്കുക. ഇവിടെ നമ്മൾ 0 0 കട്ട് ചെയ്തു. പിന്നെ 720/48 ആണ്.
ഇത് നമുക്ക് ഒറ്റ അടിക്ക് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 720 48 എത്ര പോകും എന്ന് നമുക്ക് നോക്കാം. 720 48 എത്ര പ്രാവശ്യം പോകും? 15 പ്രാവശ്യമാണ് നമുക്ക് പോകുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ 720 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 48, ഇതിന് പൊതുവായ ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം 12 ആണ്. 12 4 ഗുണിക്കണം 12 ആണ് 48, 60 ഗുണിക്കണം 12 ആണ് എന്ത് 720. അപ്പോൾ നമ്മൾ 12നെയും 12നെയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 60/4 ആണ്. 60നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 15 ആണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 720 ഹരിക്കണം 48 എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 15 കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ശതമാനം എത്രയാണ്? 15%. ഇനി അതായത് ഓരോ രൂപയ്ക്കും 15 പൈസയാണ് കിഴിവ്. അതിനാൽ ഓരോ 100 രൂപയ്ക്കും 15 രൂപയാണ് കിഴിവ്. അതായത് കിഴിവ് ശതമാനം 15%. ഇനി ഈ പാഠഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത്. ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത്. നേരത്തെ 45,000 രൂപ വിലയുണ്ടായിരുന്ന ഫോണിന് ഇപ്പോൾ 37,800 രൂപയാണ് വില. എത്ര ശതമാനമാണ് വില കുറച്ചത്? ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 45,000 രൂപയായിരുന്നു ഫോണിൻ്റെ വില. പിന്നെ കിഴിവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 37,800 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര രൂപയാണ് കിഴിവ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ശതമാനം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം വിലയിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. അത് കാണാൻ സിമ്പിളാണ്. 45,000 നിന്ന് ഇപ്പോഴത്തെ വിലയായ 37,800 നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മൾ അങ്ങനെ കുറച്ചാൽ നമുക്ക് 7,200 കിട്ടും. 7,200 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 45,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, അതിന് 450 100 അടങ്ങിയിരിക്കുന്നു. 45,000 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര 100ആണ്? 450 100ആണ്. അപ്പോൾ 450 100കൾക്കാണ് 7,200 കുറവ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഒരു 100ന് എത്ര രൂപയാണ് കുറവെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 7,200 ഹരിക്കണം 450, അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ 0 0 നമ്മൾ വെട്ടിപ്പോയി. ഈ 720നെ നമ്മൾ 45 കൊണ്ട് ഹരിക്കണം. 720നെ 45 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമുക്ക് പൊതുഗുണിതം എടുത്തിട്ട് ചെയ്യാം. അതായത് 720ലും 45ലും പൊതുവായിട്ട് പോകുന്നത് 45 തന്നെ നമുക്ക് എടുക്കാം. 45 ഗുണിക്കണം 1 45. അതേപോലെ 45 ഗുണിക്കണം 16 720. അപ്പോൾ നമ്മൾ 45 കട്ട് ചെയ്തു. അപ്പോൾ 16 നമുക്ക് ഉത്തരം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് എഴുതാം? 16% എന്ന് എഴുതാം. ഓക്കെ, ഇത് കുറച്ച് നമ്മൾ ആയിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ കിട്ടുള്ളൂ. ഇപ്പോൾ പേജ് നമ്പർ 112 നമ്മൾ ചെയ്തത്. ഈ പണക്കണക്കുകൾ എന്ന പാഠഭാഗം ഇതോടെ അവസാനിക്കുകയാണ്. ഈ 3 വീഡിയോയും ഒരുമിച്ച് കൂട്ടി ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സീ യു അഗെയിൻ.